മത്തങ്ങ. ഈ മത്തങ്ങയുടെ പിന്നിലൊരു കഥയുണ്ട്. ഈ മത്തങ്ങ എന്തോരം ദൂരം താണ്ടി വന്നാന്നറിയാമോ? ഗസ് ചെയ്യാവോ നിങ്ങൾക്ക്? അതായത് 300 കിലോമീറ്റർ ദൂരം താണ്ടി നമുക്ക് ക്യാൻബറയ്ക്ക് വന്ന മത്തങ്ങയാണ് കേട്ടോ ഇത്. ഞങ്ങൾ വാഗവാഗയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ മത്തങ്ങയാണ്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം കൃഷിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ കുറേ മത്തങ്ങ ഉണ്ടായിരുന്നപ്പോഴേക്കും നമ്മളവിടെ ബേബിനെ കാണാൻ പോയിട്ട് വന്നപ്പോഴേക്കും അവിടുന്ന് കൊണ്ടുവന്ന മത്തങ്ങ കേട്ടോ. കുറേ മത്തങ്ങ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങയും കൊണ്ട് ഒരു എരിശ്ശേരിയും മത്തങ്ങ ബേക്ക് ചെയ്യാൻ പോണേ. മത്തങ്ങ ബേക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ ഒരു ഫ്ലേവറിലാക്കി ബേക്ക് ചെയ്ത് മത്തങ്ങയും എരിശ്ശേരി ഉണ്ടാക്കിയാലോ നമുക്ക്. സാധാരണ ഈ മത്തങ്ങ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മൽപ്പിടുത്താണ് കേട്ടോ അത് മുറിക്കാൻ. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ട് മുറിഞ്ഞു പോന്നു. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇത് അത്ര മൂത്തിട്ടില്ലെന്ന്. എങ്കിലും നമ്മൾ വിടുമോ? ഇല്ല. അതുകൊണ്ട് കറി വെച്ചു. അതിനൊപ്പം തന്നെ മത്തങ്ങ ബേക്ക് ചെയ്തു കേട്ടോ. ബേക്ക് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോയും കൂടി ഇട്ടിട്ടാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടേതായ ഫ്ലേവർ വരാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടു. സാധാരണ പംകിൻ ഒരു മധുരം ഉള്ളതുകൊണ്ട് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞങ്ങളിവിടെ മുളക് പൊടി ഇട്ട് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർക്കാണെങ്കിലും അത് ഇഷ്ടമാണ്. ഒരു മധുരവും എരിവും എല്ലാം കൂടെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇനി പംകിനൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ, അതായത് ബേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവർ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ബേക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഒരു തനതായ ഒരു ടേസ്റ്റും വരുകയും ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും.